നമ്മൾ അസുഖം വരുമ്പോൾ, വേദന വരുമ്പോൾ, ബേജാറ് വരുമ്പോൾ അള്ളാഹുവിനെ മറന്നു പോകാതിരിക്കാനാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രാർത്ഥന. എഴുതിയെടുക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഉംറൻ വാസിഅ വശിഫാ മിൻ കുല്ലി ദാ യാ ഷാഫി യാ കാഫി യാ മുആഫി. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഉംറൻ വാസിഅ. പടച്ചവനെ, നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ഉംറൻ വാസിഅ, വിശാലമായ ആയുസ് നൽകണേ അല്ലാ. വിശാലമായ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊല്ലം ജീവിച്ചിരിക്കാനുള്ള ആയുസ് എന്നല്ല. വിശാലത, ബറക്കത്ത്, റഹ്മത്തൊക്കെയുള്ള വിശാലമായ ആയുസ്, എല്ലാ കാര്യത്തിലും വിശാലതയുള്ള ആയുസ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഉംറൻ വാസിഅ. പടച്ചോനെ, വിശാലമായ ഒരു ആയുസ് നൽകണേ റബ്ബേ. വശിഫാ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിൽ നിന്നുള്ള ശിഫ നൽകണേ അല്ലാ. രോഗിയായാൽ പിന്നെ ആയുസ്സുണ്ടായിട്ട് കാര്യമില്ല. കുറേ കൊല്ലം ക്യാൻസറായിട്ട് കിടന്നു, അർത്ഥമുണ്ടോ? കുറേ കൊല്ലം കിഡ്നി തകരാറായിട്ട് കിടന്നു, അർത്ഥമുണ്ടോ? കുറേ കൊല്ലം കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തി കിടന്നു, അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ വശിഫാ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിൽ നിന്നും ശിഫ തന്നിട്ടുള്ള ഒരു വിശാലമായ ആയുസ്. യാ ഷാഫി യാ കാഫി യാ മുആഫി. പടച്ചോനെ, ഈ രോഗത്തിൽ നിന്ന് ശിഫയാക്കുന്നവനായ റബ്ബ്, അവൻ്റെ ഇസ്മുകളാണ് യാ ഷാഫി യാ കാഫി യാ മുആഫി. ഈ 3 ഇസ്മും പറഞ്ഞ് ഈ പ്രാർത്ഥന പറയുക. മക്കളും കുടുംബമൊക്കെ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഉംറൻ വാസിഅ വശിഫാ മിൻ കുല്ലി ദാ യാ ഷാഫി യാ കാഫി യാ മുആഫി. അള്ളാഹു പഠിക്കാനും ഈ പ്രാർത്ഥന സ്വീകരിച്ച് രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ആയുസ്സുള്ളവരായി മാറാൻ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ.